വന്നോ? കൊള്ളാല, നീ ഇതൊക്കെ ഒരുക്കിയ. നീ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതൊന്ന് സേമിയ വാങ്ങിയേ, തിരുവോണമായിട്ട് പാലട വാങ്ങായിരുന്നില്ലേ? അതെ, സേമിയ കണ്ടപ്പോൾ വാങ്ങിച്ച്. അമ്മുവിന് സേമിയ പായസമാണല്ലോ ഇഷ്ടം. തിരുവോണത്തിനെങ്കിലും അവള് വരുമെന്നാണ് കരുതിയത്. ആ സാരമില്ലെന്നേ, ജോലി തിരക്കൊണ്ടായിരിക്കും. അവനെന്തേ? എണ്ണീറ്റിട്ടില്ലെന്നാ തോന്നണേ. മണി 8:30. നല്ലൊരു ഓണമായിട്ട് സമയത്തിന് പോലും എഴുന്നേക്കാൻ പറ്റണുള്ളവന്. 2 മാസമായിട്ട് ജോലിക്ക് പോകുന്നുണ്ട്. വീട്ടിലേക്ക് ഒരു ചില്ലിക്കാശ് പോലും തരത്തില്ല. എന്നാലാ കൂട്ടുകാരായിട്ട് കറക്കം ഉറക്കം അതിനൊരു കുറവുമില്ല. ഇവിടെ വന്നേ മനുഷ്യ, നിങ്ങളൊന്ന് ഇവിടെ ഇരുന്നേ. അമ്മൂനൊന്ന് വിളിച്ചേ. ഹലോ അമ്മു, ഹാപ്പി ഓണം. അവിടെ ഓണപരിപാടിയൊക്കെ തുടങ്ങിയോ? എന്താ ഓണം മോളെ, നീ അടുത്തില്ലാത്ത ഒരു വിഷമമേ ഉള്ളു. അതേ നിന്റെ അനിയൻ ഇപ്പൊ എഴുന്നേറ്റ് വന്നതേ ഉള്ളു. ഒരു ഓണമായിട്ടേ ഒരു 10 പൈസയുടെ ഉപകാരമില്ല. അവനും കൂട്ടുകാരും കറക്കം മാത്രം എന്ന ചിന്തയുള്ളു. അച്ഛാ, എനിക്ക് ഡ്യൂട്ടിക്ക് ടൈമായി. കേട്ടിരിക്കാൻ സമയം, പിന്നെ വിളിക്കാവേ. ആർക്കും ഒരു നേരവും ഇല്ല. എൻ്റെ കൂട്ടുകാരൻ വാസുവിൻ്റെ മോനെ ഇത്തവണ ഓണക്കോടി എടുത്തു കൊടുത്തു പോലും അച്ഛനും അമ്മക്കും. ഇവന്റെ പ്രായമേ ഉള്ളു അവനും. ഈ ജോലി എടുക്കുന്ന പൈസക്ക് എവിടെ പോണെന്ന് തമ്പുരാനറിയാം. ഇവരെന്താ ഇങ്ങനെ പോയത്? അച്ഛൻ ഇപ്പൊ എന്താ പ്രശ്നം? ഞാൻ പൈസ തരാത്തയാണോ അതോ അമ്മ വരാത്തന്റെ ആണോ? ഒരു ഓണായാലും മനുഷ്യന് മനസ്സമാനം തരല്ലോ കേട്ടോ. നിങ്ങൾ എന്തിനാണ് അവളുടെ എപ്പോഴും വഴക്ക് പറയുന്നത്? ഞാനാണല്ലോ പ്രശ്നം. ഞാൻ തന്നെ പ്രശ്നം. നല്ലൊരു ഓണായിട്ട് നിങ്ങൾ ഇങ്ങനെ പിണങ്ങിയിരിക്കല്ലേ വന്നേ. ഞാൻ ആരും സമാധാനം കളയാനില്ലേ. നിങ്ങൾക്ക് എന്താ പ്രശ്നം? അമ്മൂനെ കാണാത്താണോ? എനിക്കറിയില്ല. അല്ലെങ്കിൽ അച്ഛന്മാർക്ക് പെൺകുട്ടികളോടാ ചായ്വ്, ആൺകുട്ടികളുടെ വിഷമം അമ്മമാർക്ക് അറിയൂ. ഇത് കണ്ടോ, അവൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചതാ. സർപ്രൈസ് ആയിട്ട് തരാൻ വേണ്ടി വാങ്ങിച്ചതാ. ഇത് മാത്രല്ല, അടുക്കളയിലേക്ക് എയർ ഫ്രയറും ഇൻഡക്ഷൻ കുക്കറും ഒക്കെ വാങ്ങി തന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും പറ്റിയാലേ നോക്കാൻ അടുത്ത് അവനേ ഉള്ളൂ. നിങ്ങളത് മറക്കരുത്. ഇനി ഇവിടെ മകളെ കാണാത്തതുകൊണ്ട് ആരും സദ്യ കഴിക്കാണ്ടിരിക്കണ്ട. നിങ്ങൾ അവനൊന്ന് വിളിച്ചേ. ഹലോ ഹലോ, എടാ നീ എവിടെയാ? വാ ഭക്ഷണം കഴിക്കാം. നീ വന്നിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ. വാടാ, പോയി ഓണക്കൂടി കൊടുത്തിട്ട്. ഞാൻ അറിഞ്ഞില്ലടാ. അല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛന്മാർക്കേ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. ഓണം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അച്ഛനോട് പറഞ്ഞടാ. ഇത് എവിടെ നിന്ന് വാങ്ങിയടാ? ഓക്സിജനിൽ ന്യൂജൻ ഓൺ ഓഫർ ഉണ്ടായിരുന്നു വെച്ചാൽ അവിടെ നിന്ന് മേടിച്ച്. കൊള്ളാടാ, എനിക്കിഷ്ടപ്പെട്ടു.